ഹലോ, ഞാൻ എന്തൊക്കെ വെറുതെ ഇരുന്ന് ചിരിക്കണേന്നല്ലേ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ ചിരിക്കണതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറേ കാര്യങ്ങൾ എടുത്തു വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ചിന്തയിലാണ്. സമയം എന്തായാലും 10 മണിയായി. 1 മണിയാകുമ്പോഴേക്ക് എനിക്ക് ഇറങ്ങണം. 1 മണിയാകുമ്പോഴേക്ക് ആൾ വരും. അപ്പോൾ ആളുടെ കൂടെ അങ്ങനെ പോവാന്ന് വെച്ചിട്ടിരിക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞായിരുന്നു. കാരണം ഞാൻ കാലത്ത് നേരത്തെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി തുണികളൊക്കെ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകിട്ട് പോവാമെന്ന്. അപ്പോൾ എന്തായാലും എടുത്തു വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിട്ടേക്കാണ്. വേറെ ഒന്നല്ല, ഞങ്ങൾ തന്നെ ആവശ്യമുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ 2 ദിവസം നിൽക്കണുള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ചാർജറിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ചാർജർ, എൻ്റെ ഈ ഫോണിൻ്റെ ചാർജർ വീട്ടിൽ ആരുടെയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ലെങ്കിൽ പെടും. അപ്പോൾ അത് ആദ്യം എടുത്ത് വെച്ചു. പിന്നെ മുകളിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അത്യാവശ്യം വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അവളുടെയൊക്കെ ഏകദേശമൊക്കെ അവിടെ ഉള്ളതൊക്കെ ഇപ്പോൾ ചെറുതായി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം, പിന്നെ എനിക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ പിന്നെ അമ്മയുടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വെയിലും മഴയൊക്കെ ഒരുമിച്ചായതുകൊണ്ട് കുട നിർബന്ധമാണ്. അപ്പോൾ കുട എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അവളുടെ ഡ്രസ്സാണ്. നാളെ അമ്പലത്തിലൊക്കെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് കാരണം പട്ടുപാവാട എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ പട്ടുപാവാട നല്ല ഭംഗിയുടെ അവൾക്ക് ഇട്ടപ്പോൾ. അപ്പോൾ അതും എടുത്ത് വെച്ചു. പിന്നെ വേറൊരു ജോഡിയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പോവും. കാരണം പിന്നെ ഒരു ചേച്ചിയും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തെണ്ടി നടക്കാമല്ലോ. അപ്പോൾ ഒരു ജോഡിയും കൂടി ഞാൻ കയ്യിൽ വെച്ചു. ആകെ 3 ദിവസത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികമൊന്നും വേണ്ടിയില്ല. പിന്നെ 2 ചേട്ടന്മാരുള്ള കാരണം അവരുടെയൊക്കെ അടിച്ച് മാറ്റി ഇടാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചു എന്തായാലും. പിന്നെ ബ്രഷ്, ടങ് ക്ലീനർ അതൊക്കെ വെച്ചു. ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പാട്ട് കേൾക്കണ ഒരു ശീലമുണ്ട്. കാരണം ഇവിടെ നിന്ന് അവിടെ വരെ 1 മണിക്കൂറാണ് യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോറടിച്ചിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഹെഡ്സെറ്റും വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെന്താ, കണ്ണിലൊഴിക്കാനുള്ള മരുന്നത് ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല. അപ്പോൾ അതും വെച്ചു. പിന്നെ ലിപ്സ്റ്റിക്ക്, ഞാൻ വേറെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും എടുക്കണില്ല. കാരണം വീട്ടിലതൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിയുടെ ഉണ്ടാവും. ലിപ്സ്റ്റിക്കാണ് പിന്നെ മസ്റ്റ്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സ് 2 ജോഡി അവളുടെ എൻ്റെയും കൂടിയിട്ട് അതും വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. 2 ദിവസത്തേക്കല്ല. അപ്പോൾ 2 ബാഗ്